ആലപ്പുഴ ചെങ്ങന്നൂർ മടത്തുംപടി റെയിൽവേ ഗേറ്റിന് സമീപത്തെ കൂറ്റൻ മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാക്കുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് പരാതി നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ആരോപണം. റെയിൽവേ ഗേറ്റിന് സമീപത്തെ പാതയോരത്ത് നിരവധി കൂറ്റൻ മരങ്ങളാണ് യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്നത്. ഒരു വർഷം മുൻപ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MG ശ്രീകുമാർ ഇത് സംബന്ധിച്ച് റെയിൽവേ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് 24 മണിക്കൂറും ട്രെയിൻ സർവീസുകൾ ഉള്ളതിനാൽ ഗേറ്റ് അടയ്ക്കുമ്പോൾ ദീർഘനേരം വാഹനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. ഈ സമയം ഇവിടെ കാത്തുകിടക്കുന്ന വാഹനങ്ങൾക്ക് പുറമെ മരങ്ങൾ വീഴാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും മരക്കൊമ്പ് ഒടിഞ്ഞു വീണിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി മുറിച്ചു മാറ്റുകയായിരുന്നു. ബാക്കിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ റെയിൽവേയുടെ അനുമതി വേണമെന്നാണ് അധികൃതർ പറയുന്നത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇതുവഴി കടന്നു പോകുന്നത്. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ റെയിൽവേ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെങ്ങന്നൂരിൽ നിന്നും ആലായിട്ട് പോകുന്ന പേരിശ്ശേരി മടത്തുംപടി റെയിൽവേ ക്രോസിൻ്റെ സമീപത്ത് നിൽക്കുന്ന മരങ്ങളാണ് പുറകിൽ കാണുന്നത്. ഒരു വർഷം മുമ്പ് ജൂൺ മാസത്തോടനുബന്ധിച്ച് കാറ്റും മഴയും ഉണ്ടായപ്പോൾ അപകടം സംഭവിച്ച ഒരു സ്ഥലമാണ്. അപകടത്തിന് മുമ്പും അതിന് ശേഷവും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയിൽ നിർവഹിക്കുന്ന ഘട്ടത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരുന്നതാണ്. എന്നാൽ ഇപ്പോഴും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. റെയിൽവേ ക്രോസ് അടച്ചിടുന്ന സമയത്ത് ധാരാളം വാഹനങ്ങൾ ഈ വഴിയിൽ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ വാഹനങ്ങൾക്ക് ഏത് സമയവും അപകടം ഉണ്ടാകും എന്നുള്ള ഒരു സ്ഥിതിയാണ്. അടിയന്തരമായി റെയിൽവേയുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും മരങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള തരത്തിൽ ഈ വിഷയത്തിൽ റെയിൽവേയെ പുതുതായി ഒന്നുകൂടി കത്ത് കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഒരു ദുരന്തം സംഭവിച്ച ശേഷം നടപടിയെടുക്കുന്ന അധികൃതരുടെ രീതി മാറണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും തീരുമാനം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.